ഇത് ഇയാളുടെ ജാമ്യാപേക്ഷയാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള വകുപ്പേ ഇതിനകത്തുള്ളൂ. ബലം പിടിച്ച് ഇയാളെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിച്ച സാർ അതിന് മുകളിലുള്ളവരോട് സമാധാനം പറയേണ്ടി വരും. ഓ, അയച്ചു വിടറോ. ആരാ സാറേ ഉപദ്രവിച്ചവനെ ഈ കോലത്തിലാക്കിയത്? അത് ഈ കൂട്ടത്തിൽ ഏത് സാറായാലും മറുപടി പറഞ്ഞേ പറ്റൂ. ഇവനെയും കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാ. അവിടെ പോയി ഡോക്ടറെ കണ്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ ഇതിന് പിന്നിൽ കളിച്ചത് നിങ്ങളായിരുന്നു അല്ലേ? കണക്ക് പറയേണ്ടി വരും ഇതിനെല്ലാം. സാർ ഇന്നലെ ചോദിച്ചില്ലേ ഹിറ്റ്ലർ ജീവിച്ചിരിപ്പുണ്ടോന്ന്? ജീവിച്ചിരിപ്പുണ്ട്, നല്ല ബോധത്തോടെ. എന്റെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചത് ശിവയല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഇതിന് പിന്നിൽ നടന്ന നാടകത്തിലെ പങ്ക് കച്ചവടക്കാരാരായാലും ഞങ്ങൾ അത് കണ്ടുപിടിച്ചിരിക്കും. അത് ചോദിക്കാൻ ഡിക്ക് തന്നെ നേരിട്ട് വരികയും ചെയ്യും. രണ്ടാളും കാത്തിരുന്നോ. വാശിവ അവളെല്ലാം നശിപ്പിച്ചു. എന്റെ കൃഷ്ണ, അമ്മേ, ജ്യോതി പോയോ? പോയി മോനെ. അമ്മ ശിവയൊന്നും പറയരുത്. അവനല്ല ഇത് ചെയ്ത്. ആ ലൈറ്റ് പോയ സമയത്ത് മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. ആശാലത എപ്പോഴാ സ്ഥലം വിട്ടത്? ആർക്കറിയാം. ഞാൻ ഉണർന്നു നോക്കിയപ്പോ ഇവിടെ എങ്ങും ആരെയും കണ്ടില്ല. നേരം വെളുക്കുന്നതിന് മുന്നേ സ്ഥലം വിട്ട് കാണും. മകളുടെ കല്യാണം ഡികെയുടെ ചെലവിൽ നടത്താനുള്ള ആർത്തിമൂത്ത സാധനം ആശാലത. ഈശ്വരാ, ഇതോടെ എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്ന തോന്നുന്നു. ഇനി SK കൂടെ തിരിച്ച് ഭ്രാന്താശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാ ഒരു സമാധാനം ആവുമായിരുന്നു. അവിനാശിനോട് ചോദിച്ചപ്പോ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ട് നേരെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നാ പറഞ്ഞ്. അതൊന്ന് നടന്നാ മതിയായിരുന്നു.
മമ്മേച്ചി ദേ നോക്കേ. നിക്ക്. എന്ത് ഭാവിച്ചാ നിന്റെ ഈ തന്നിഷ്ടം കാണിക്കല്? DK കൊല്ലാൻ ശ്രമിച്ചവരെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. തിരിച്ചു വല്ല മെന്റൽ ഹോസ്പിറ്റലും കൊണ്ടാക്കുന്നതാ നിനക്ക് നല്ലത്. ഇത് DK അറിഞ്ഞാലുണ്ടല്ലോ നീ കൂടി ഈ വീടിന് പുറത്താ. ഇയാളെയും കൊണ്ട് തിരിച്ചു പോകുന്നതാ ജ്യോതി നല്ലത്. എങ്ങോട്ട് പോവാൻ? ഇത് ശിവയുടെയും കൂടി വീടാ. ഇതെന്റെ തീരുമാനമല്ല, DKയുടെ തീരുമാനം. തടയാൻ ധൈര്യമുള്ളവർക്ക് തടയാം. വാ ശിവ, മാറി നിൽക്കണേ. അമ്മേ, ജ്യോതി SK കൊണ്ട് വീട്ടിലെത്തി. എന്റെ കൃഷ്ണ. ആ ഡോക്ടർ വരുന്നുണ്ട്. പെയിനൊക്കെ എങ്ങനെയുണ്ട് DK? കുറച്ച് കുറവുണ്ട്. ബ്രീത്തിങ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഡോക്ടർ. യു ആർ ലക്കി മാൻ. ഈശ്വര കൃപ കൊണ്ടാ രക്ഷപ്പെട്ടത്. എ നാരോ എസ്കേപ്പ്. പേടിക്കണ്ട, വേറെ കുഴപ്പമൊന്നുമില്ല. വലുതാ. ഈ മെഡിസിൻസ് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി ഡോക്ടർ. ഓക്കെ, താങ്ക് യു. ചിത്രേ, എന്താ DK? അമ്മയും കൊണ്ട് വീട്ടിലേക്ക് വയ്ക്കോ. ഇവിടെ ബാലുവും ഗോകുലും ഉണ്ടല്ലോ. നോ, ഐ നോ ഗോ. പറയുന്ന കേൾക്കമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ? അമ്മ, ശിവയുടെ അടുത്ത് അമ്മ വേണം. അവനെ കുറ്റപ്പെടുത്താൻ ആരെ അനുവദിക്കരുത്. അവനത് സങ്കടാവും. പാവം, ഒരുപാട് വേദനിച്ച് കാണും. ഇത് കഴിക്ക്. തൽക്കാലമുള്ള ബോഡി പെയിൻ അങ്ങ് മാറും. പിന്നെ നാളെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഒന്ന് കാണണം. ഇതുകൊണ്ട് ദേഹമൊക്കെ ചതഞ്ഞിട്ടുണ്ടാവും. പിന്നെ കഴിക്കാൻ എന്താ വേണ്ടേ? ഇത് ചെയ്തതാരായാലും അവനെ ഞാൻ കണ്ടെത്തും. ഞാനാണിത് ചെയ്തതെന്ന് ജ്യോതി വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിച്ചെങ്കിൽ ശിവയെ രക്ഷിക്കാൻ ഞാൻ സ്റ്റേഷനിലേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? കണ്ണു തുറന്നപ്പോ നിന്റെ ഏട്ടൻ ആദ്യം ചോദിച്ചത് ശിവ എവിടെയെന്നാ. നിന്നെ നോക്കിക്കോണേന്നാ പറഞ്ഞത്. നീ ഇത് ചെയ്യില്ലെന്ന് ഏട്ടനറിയാം ശിവ. ഏട്ടന് മാത്രല്ല, എനിക്കും അറിയാം നിനക്കിതിലൊരു പങ്കുമില്ലാന്ന്. നിന്നെ രക്ഷിക്കാൻ ഏട്ടൻ തന്നെ എന്നെ പറഞ്ഞു വിട്ടത്. നീയല്ല കുത്തിയതെന്ന് ഏട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്റെ ഏട്ടന് അങ്ങനെ പറ്റൂ. ഏട്ടൻ അറിയുന്ന പോലെ എന്നെ മറ്റാർക്കും അറിയില്ല. നിന്റെ ഏട്ടൻ നിന്നെ എത്ര വിശ്വസിക്കുന്നുണ്ടോ
അത്രയും തന്നെ ഞാനും വിശ്വസിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ കളിച്ചവരൊക്കെ വേറെയാ. അവരുടെ ലക്ഷ്യം നിന്നെ ഭ്രാന്താശുപത്രിയിൽ എത്തിക്കണമെന്ന്. അമ്മ എന്നെ വിശ്വസിക്കോ ജ്യോതി? അമ്മയും കൂടി എന്നെ കുറ്റപ്പെടുത്തിയ എനിക്കത് താങ്ങാനാവില്ല. അമ്മ എന്നെ അവിശ്വസിച്ച പിന്നെ ഞാൻ മരിക്കുന്നത് നല്ലത്. മൂത്ത മകനെ കൊല്ലാൻ ശ്രമിച്ച ഇളയ മകൻ അങ്ങനെ ഒരു പാപഭാരം പേറി എനിക്ക് ജീവിക്കണ്ട. അങ്ങനെ ഒരു ചിത്രം അമ്മയുടെ മനസ്സിൽ പതിഞ്ഞു പോയ പിന്നെ ഈ ലോകത്ത് ഞാനുണ്ടാവില്ല. ശിവ, അത്രയ്ക്കൊന്നും നീ കടന്ന് ചിന്തിക്കല്ലേ ശിവ. മക്കളെ മനസ്സിലാക്കാത്ത അമ്മമാരില്ല. നിനക്ക് വേണ്ടി ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കിയത് ആരാണെന്ന് എനിക്കറിയാം. നീ ആശുപത്രി കിടന്നപ്പോഴൊക്കെ അമ്മ ഒറ്റയ്ക്ക് കരഞ്ഞു തീർത്ത രാത്രികൾ എത്രയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അമ്മ എന്നോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് നീ പറയുന്നത് വിശ്വാസാവും. നിന്റെ നിരപരാധിത്വം എനിക്ക് മനസ്സിലാവും. അമ്മേ, മോനെ, എന്റെ പൊന്നു മോനെ, മോനെ, അമ്മയ്ക്ക് നിന്നെ വിശ്വാസമാണ്. നിന്റെ ഏട്ടൻ എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു നീ അല്ലാതെ ചെയ്തേന്ന്. എനിക്കത് മതി. അവൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. മനസ്സുകൊണ്ടെങ്കിലും അമ്മ എന്നെ ശപിച്ചു കാണും അല്ലേ അമ്മേ? മോനെ, എല്ലാ അമ്മമാരും അങ്ങനെയാടാ. മകൾക്ക് എന്തെങ്കിലും പറ്റിയ ഒരമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ കൺമുമ്പിൽ വെച്ച് ഒരു മകൻ മറ്റൊരു മകനെ കുത്തുന്ന കണ്ടാലോ സഹിക്കോ ഒരമ്മയ്ക്ക്? സങ്കടം കൊണ്ട് അമ്മ എന്തൊക്കെയോ പറഞ്ഞുപോയി. പക്ഷെ ഇപ്പൊ അമ്മ ഹാപ്പിയാ. അവരെല്ലാം എന്നോട് പറഞ്ഞു ഈ അമ്മയ്ക്ക് അത് മതി. വീണ് കിടക്കുന്ന ഏട്ടനെ കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാത്തത്. എന്റെ മനസ്സിൽ ഏട്ടനൊരു ഗോപുരം പോലെ ഉയർന്നു നിൽക്കുന്ന ചിത്രമാണുള്ളത്. ഈ അവസ്ഥയിൽ എനിക്ക് ഏട്ടനെ കാണണ്ടമ്മേ. അല്ലെങ്കിൽ തന്നെ ശിവ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കാര്യമില്ല. വിസിറ്റേഴ്സിനെ ആരെയും അധികം അനുവദിക്കുന്നില്ല. ഒരു 2 ദിവസം കഴിയുമ്പോ ഏട്ടനിങ്ങ് വരും. അപ്പൊ കാണാലോ. മൈ ലിറ്റിൽ കണ്ണ, എന്റെ മോനോട് ഈ ചതി ചെയ്യാൻ ആർക്കാ തോന്നിയത്? ഏട്ടനോട് ഈ ചതി ചെയ്തത് ആരായാലും അവരെ ഞാൻ കണ്ടുപിടിക്കും. നിക്ക്. ഭർത്താവ് ചത്താലും വേണ്ടിയില്ല, അനിയനെ രക്ഷിച്ചു അല്ലേ?
ഇന്നലത്തെ ചോരമണം മാറിയിട്ടില്ല. അതിനു മുൻപേ നമ്മുടെ അമ്മായിയമ്മ മറുകണ്ട ചാടി മായേച്ചി. മരണത്തിന്റെ മുമ്പിൽ നിന്ന് ഡി കെ തിരിച്ചു വന്നത്. ഡി കെ കൊല്ലാനായിരുന്നോ നീ ആ ഭ്രാന്തനെ തിരിച്ചു കൊണ്ടുവന്നത്? നീയൊക്കെ ഇതേ പറയൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെയൊക്കെ മുമ്പിൽ കരഞ്ഞു കാണിച്ചിട്ടോ യാചിച്ചിട്ടോ ഒരു കാര്യവും ഇല്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഇതിനൊന്നിനുള്ള മറുപടി തൽക്കാലം ഞാൻ പറയുന്നില്ല. എന്റെ ഭർത്താവ് സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുക. ഈ അവസ്ഥയിൽ കൂടെ നിൽക്കേണ്ടത് എന്റെ കടമയാണ്. പിന്നെ അനിയനെ രക്ഷിച്ചത് ഞാനല്ല, എന്റെ ഭർത്താവ് ഡി കെ. അവനെ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ എത്തിക്കേണ്ട ചുമതല മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്താ സംശയമുണ്ടോ രണ്ടുപേർക്കും? ഓഹോ, അപ്പൊ എല്ലാത്തിനും മറുപടി കരുതി വെച്ചിട്ടാ നീ അനിയനെ രക്ഷിക്കാൻ പോയത്. ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുന്ന ഡി കെ രക്ഷിച്ചു പോലും. ഞങ്ങൾ ഇത് വിശ്വസിക്കില്ല. ഇതൊക്കെ നിന്റെ പ്ലാനിംഗ് ആണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ ഈ പറയുന്ന ഡി കെ ഇന്നലെ രാത്രി കുത്തേറ്റ് വീണത് നിങ്ങളുടെയൊക്കെ മുമ്പിലാ. രാത്രി പോട്ടെ, ഇന്ന് നേരം പുലർന്നിട്ട് ഇത്രയും സമയമായല്ലോ. സ്നേഹമുള്ള മരുമക്കൾ എന്തേ ഇതുവരെ ആശുപത്രിയിലേക്കും തിരിഞ്ഞു പോലും നോക്കിയില്ല? എന്തേ അമ്മയച്ചനെ കാണണ്ടേ? ശിവയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാനുള്ള ധൃതിയില് അമ്മയച്ചന്റെ കാര്യം മറന്നുപോയല്ലേ? അതോ ശിവയെ തിരിച്ച് ഭ്രാന്താശുപത്രിയിലേക്ക് അയക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്നതിനിടയിൽ സമയം കിട്ടാതെ പോയതാണോ? അനാവശ്യം പറയരുത്. എന്താ പൊള്ളിയോ? ഡി കെയുടെ ഭാര്യ ഞാൻ. എന്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള ധൈര്യമുണ്ടോ നിനക്കൊക്കെ? ആർക്കു നേരെയും ഒരു അധികാരവും അവകാശവും ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ. എന്നെ അതിന് നിർബന്ധിക്കരുത്. നാവാടാൻ നിന്നെ കഴിഞ്ഞ ആളുള്ളൂന്ന് ഞങ്ങൾക്കറിയാവടി. ആശുപത്രിയിലേക്ക് ഞങ്ങൾ വരാതിരുന്നതിന്റെ കാരണം ഞങ്ങള് ഡി കെ ബോധിപ്പിച്ചോളാം. നിന്നെ പോലെ വലിഞ്ഞു കയറി വന്നവളോടൊന്നും അത് ബോധിപ്പിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അയ്യോ, എന്നെ ആരും ഒന്നും ബോധിപ്പിക്കണമെന്നില്ലേ? പക്ഷെ ഡി കെ ബോധിപ്പിക്കണം. നീ എന്താടി ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ? നിന്റെ ചതി ഡി കെ തിരിച്ചറിയും. എസ് കെ ഡി കെ കുത്താൻ കാരണക്കാരി നീയാണ്. അവന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തവൾ നീയല്ലേ? അപ്പോ ഇതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കടി. സ്റ്റോപ്പ് ഇറ്റ്. ജ്യോതി ഒരു അക്ഷരം പറഞ്ഞു പോരുത്. ഇവളെ എന്റെ മരുമകളാ, ഡി കെയുടെ വൈഫ്. ഇവളെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? അമ്മേ, Shut up. മിണ്ടിപ്പോകരുത്. ഒരു രാത്രി മുഴുവൻ എന്റെ മോന്റെ ജീവന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നവളാ ഇവള്. ഇവളെ സങ്കടം ഞാൻ കണ്ടതാ. ഇതൊന്നും പറഞ്ഞവർക്ക് മനസ്സിലാവില്ലമ്മേ. ഇവരുടെ തല നിറയെ ജ്യോതിയോടുള്ള കുശുമ്പും കുന്നായ്മ മാത്രം. മായിച്ചി, ജ്യോതിയോട് നിങ്ങൾക്ക് ദേഷ്യം കാണിക്കാം. പക്ഷെ ഡി കെയുടെ ഭാര്യയാണ് ജ്യോതി എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതിചിത്ര, ഇതിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു വഴക്ക് വേണ്ട. എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും എനിക്കതൊരു പ്രശ്നമല്ല. എന്റെ മുന്നിലിപ്പോ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ ഭർത്താവ് ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു വരണം. അത് കഴിഞ്ഞ് ഇത് ചെയ്തത് ആരായാലും അവരെ പകൽ വെളിച്ചത്തിൽ ഞാൻ ഈ അമരാവതിയിൽ കൊണ്ടുവന്ന് നിർത്തും. ശിവയുടെ തലയിൽ ഇത് കെട്ടിവെക്കാൻ അങ്ങനെ ആരും മെനക്കെടണ്ട. കാരണം ഇത് ചെയ്തത് ശിവയല്ലാന്ന് ഡി കെക്കും എനിക്കും അറിയാം. ചിത്ര, ഇന്നലെ ഫംഗ്ഷനിടയിൽ നീ എടുത്ത ഫോട്ടോസ് ഇല്ലേ,
അതെല്ലാം ഒന്നുകൂടി നീ ഒന്ന് ചെക്ക് ചെയ്തേക്ക. അതെന്തിനാ? അല്ല, നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും അതിനകത്തുണ്ടോന്നൊന്ന് തിരിച്ചറിയാലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് എന്റെ ഫോണിലേക്ക് ഒന്ന് അയക്കണം. ശരി അമ്മേ, ഞാൻ ഇറങ്ങാം. ശരി.